നെടുമ്പാശ്ശേരി എയർപോർട്ട് റെയിൽവേ സ്റ്റേഷൻ പദ്ധതിയുടെ നിർമ്മാണത്തിന് റെയിൽവേ ബോർഡിന്റെ അനുമതി. കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഇക്കാര്യം കേന്ദ്രമന്ത്രി ജോർജ് കുര്യനെ അറിയിച്ചത്. 2 വർഷത്തിനകം സ്റ്റേഷൻ നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തുന്ന യാത്രക്കാരുടെ ചിരകാല സ്വപ്നമാണ് യാഥാർത്ഥ്യമാകുന്നത്. നെടുമ്പാശ്ശേരി എയർപോർട്ട് റെയിൽവേ സ്റ്റേഷൻ പദ്ധതിക്ക് റെയിൽവേ ബോർഡ് അനുമതി നൽകി. കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഇക്കാര്യം കേന്ദ്രമന്ത്രി ജോർജ് കുര്യനെ അറിയിച്ചത്. 2 വർഷത്തിനകം സ്റ്റേഷന്റെ നിർമ്മാണം പൂർത്തിയാകുമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു. വിമാനയാത്രക്കാർക്ക് സൗകര്യപ്രദമായ റെയിൽവേ സ്റ്റേഷൻ നിർമ്മാണത്തിന് നടപടി സ്വീകരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനും നന്ദി പറയുന്നതായും അദ്ദേഹം പറഞ്ഞു. ഈ മാസം 17-ാം തീയതി ഞാൻ റെയിൽവേ വകുപ്പ് മന്ത്രി ശ്രീ അശ്വിനി വൈഷ്ണവ്ജിയെ കണ്ടിരുന്നു. ആ അവസരത്തിൽ അദ്ദേഹം തന്നെ മുന്നോട്ട് വെച്ച ഒരു പ്രപ്പോസലാണ് ഈ നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ കാര്യം. അത് ദ്രുതഗതിയിലാക്കണം എന്ന് അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് റെയിൽവേ ബോർഡ് അത് ഔദ്യോഗികമായിട്ട് അംഗീകരിച്ച് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിനുള്ള അംഗീകാരം കൊടുത്തിരിക്കുകയാണ്. ഇനി അധികം താമസിക്കാതെ തന്നെ ഇപ്പം നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നതുകൊണ്ട് അതിൻ്റെ സാങ്കേതികത്വമുണ്ട്. എങ്കിൽ തന്നെയും ഉടൻ തന്നെ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങും. 2 വർഷത്തിനുള്ളിൽ അതിൻ്റെ നിർമ്മാണം പൂർത്തിയാകും. ഇതൊരു ഹാൾട്ട് സ്റ്റേഷനാണ്. വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള എല്ലാ ട്രെയിനുകളും ആ സ്റ്റേഷനിൽ നിർത്തും. അങ്കമാലിക്കും ചൊവ്വരയ്ക്കുമിടയിൽ വിമാനത്താവളത്തിന് സമീപമായിരിക്കും പുതിയ റെയിൽവേ സ്റ്റേഷൻ നിർമ്മിക്കുക. റെയിൽവേ ബോർഡ് അനുമതി ലഭിച്ചതോടെ റെയിൽവേ സ്റ്റേഷൻ നിർമ്മാണം ഉടൻ ആരംഭിച്ചേക്കും. കഴിഞ്ഞ വർഷം വിൻഡോ ട്രെയിലിംഗ് ഇൻസ്പെക്ഷൻ നടത്തിയപ്പോൾ റെയിൽവേ മന്ത്രി തന്നെയാണ് ഉദ്യോഗസ്ഥർക്ക് സ്റ്റേഷന്റെ സ്ഥാനവും മറ്റും കാണിച്ചു കൊടുത്തത്. ജോർജ് കുര്യൻ റെയിൽവേ മന്ത്രിക്കൊപ്പം ഇൻസ്പെക്ഷനിൽ പങ്കെടുത്തിരുന്നു. അമൃത ന്യൂസ്, കൊച്ചി.